കുറച്ച് മണ്ണ്, ചാണകപ്പൊടി, കമ്പോസ്റ്റ് എല്ലാം കൂടി മിക്സാക്കിയിട്ട് ഒരു 5-6 ബാഗിൽ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിപ്പോൾ നമ്മൾ ഇട്ടിട്ടുള്ള കമ്പോസ്റ്റാണ്. ഇനിയിപ്പോൾ കുറച്ച് ചാണകപ്പൊടി ഇടണം. അതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സാക്കിയിട്ട് വേണം നമുക്ക് ഈ ബാഗിലൊക്കെ നിറയ്ക്കാൻ. നമ്മളെ പേരക്കയിലൊക്കെ കുറേയേറെ നമ്മൾ എയർ ലെയറിങ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ നോക്കിയപ്പോഴാണ് ഒന്നാകെ വേരൊക്കെ പിടിച്ച് കണ്ടത്. അപ്പോൾ ഇതിനു വേണ്ടി കുറേ പേര് ചോദിച്ച് കാത്തിരിക്കുന്നുണ്ട്. പിന്നെ അതുമല്ല, ഇത് വേര് വന്നു എന്ന് കണ്ടാൽ പിന്നെ നമ്മൾ നിർത്തിക്കൂടാ. കാരണം വെയിലാണ്, മഴയില്ല. അപ്പോൾ ആ വെയിലത്ത് ആ വേരൊക്കെ വാടിപ്പോവും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ കട്ട് ചെയ്തിട്ട് വെക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മണ്ണൊരുക്കുന്നത്. ആദ്യം മണ്ണൊരുക്കി വെച്ചിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്താൽ. ഇത് ഈ വൈകിയ സമയത്താണ് നമുക്ക് ഏറ്റവും നല്ലത് നടാൻ. അപ്പോൾ ഒരു 6 ബാഗിലാണ് ഇപ്പോൾ നമ്മളിവിടെ മണ്ണ് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു തുടർക്കഥ പോലെ നമ്മളിങ്ങനെ വേര് പിടിക്കുന്നതും വെട്ടി വെക്കുന്നതും എയർ ലെയറിങ് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾക്കും നമ്മൾ ഷെയർ ചെയ്യുന്നതെന്ന് മാത്രം. അപ്പോൾ എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുറച്ചിലൊന്നുമല്ല. അപ്പോൾ എന്നും ഇങ്ങനെ നമ്മൾ അധ്വാനത്തിനുള്ള ഫലം നൽകിയാൽ മാത്രം മതി എന്നൊരാഗ്രഹമുള്ളൂ. അധ്വാനിക്കാൻ നമ്മൾ എപ്പോഴും തയ്യാറാണ്. അപ്പോൾ കുറച്ച് പേര് ഈ പേരക്കയുടെ ചെറിയ തൈകൾക്ക് വേണ്ടിയിട്ട് കുറേ കാലമായി കാത്തിരിക്കുന്നു. അപ്പോൾ അവരെ ഇനിയും കൂടുതലായിട്ട് വൈകിച്ചുകൂടാ എന്ന് കരുതി നമ്മളെന്നും ഇതിൻ്റെ വേര് വന്നോ എന്നിങ്ങനെ നോക്കാറാണ് പതിവ്. അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വേര് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്ത് വെക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ 6 കവറിലാക്കിയിട്ട് നിറച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് നോക്കാം. ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എയർ ലെയറിങ് ചെയ്ത് വെച്ചത് വേരൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ കുറേ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് നമ്മളിവിടെ കാണിച്ചു തരാം. അപ്പോൾ എവിടേക്കാണ് നമ്മൾ എയർ ലെയറിങ് ചെയ്ത് വെച്ചത് വേര് പിടിച്ചത് എന്നാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഇവിടെ 1-2 ഉണ്ട്. പിന്നെ അവിടെ 2 ഉണ്ട്. ടെറസിൻ്റെ മുകളിലുണ്ട്. അതും കൂടി നമുക്ക് നോക്കാം. പിന്നെയുള്ളത് ഇവിടെയൊക്കെയാണ്. ഇതൊക്കെ നന്നായിട്ട് വേര് വന്നിട്ടുണ്ട്. അത് കഴിച്ച് നോക്കിയെങ്കിലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇനി ഇത് നമ്മൾ കവറിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്ത് എടുക്കുന്നത് എന്നാണ് നമ്മളവിടെ കാണിക്കുന്നത്. ഇത് കട്ട് ചെയ്ത ഉടനെ തന്നെ നടണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ആദ്യം തന്നെ ബാഗിലൊക്കെ മണ്ണ് നിറച്ച് റെഡിയാക്കി വെച്ചത്. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നമ്മളിത് കവറിങ് ചെയ്യണം. അപ്പോൾ കവറിങ് ചെയ്യുന്നതിൻ്റെ മുമ്പ് നമ്മൾ ഇതൊക്കെ കട്ട് ചെയ്ത് മാറ്റണം. ഇപ്പോൾ പൂവും കായൊക്കെ ഉണ്ട്, പക്ഷേ നമുക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ കട്ട് ചെയ്ത് അത് എന്തിനാണ് കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് ശേഷം നമ്മൾ ഈ കവർ എടുത്തിട്ട് ഇങ്ങനെ കവർ ചെയ്യണം. പിന്നെ മൊത്തം ഇങ്ങനെ ഇങ്ങോട്ട് കവർ ചെയ്തെടുക്കും. അപ്പോൾ ഇതിങ്ങനെ കവർ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ഒരു വായൻ്റെ നാര് ഉപയോഗിച്ച് ഇതിനോട് കെട്ടി കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യാനുള്ളതൊക്കെ ഇതുപോലെ കെട്ടിയിട്ട് വരാം. കാരണം ഇത് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒന്ന് കെട്ടി അത് കട്ട് ചെയ്തെടുത്ത് പിന്നെ ഒന്ന് കെട്ടി ഒക്കെ ആകുമ്പോൾ ഇതിനൊരു വാട്ടൊക്കെ വരും. അപ്പോൾ ഇത് വാടാത്ത രീതിയിൽ തന്നെ നമ്മൾ ചെയ്യണം. അപ്പോൾ അത് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് വൈകുന്നേരമാണ്. ഈ സമയത്താണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ വേര് പിടിച്ച് 3 നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന് അത് കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള കട്ട് ചെയ്യാൻ പോകണം. 3 നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് എയർ ലെയറിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ മരത്തിന് ഇതൊരു ഭാരമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് കുറേ ദിവസമായി ഇത് ഭാരം താങ്ങിയിട്ട് നിൽക്കുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ വേറിട്ട് പോകുന്നതല്ലേ. അപ്പോൾ അത് പെട്ടെന്ന് വേറിട്ട് പോയിട്ട് എന്നിട്ട് എനിക്ക് വളരണം എന്നുള്ള രീതിയിലായിരിക്കും ഈ മരം കാത്തിരിക്കുന്നത്. അപ്പോൾ അതിനൊരു ആശ്വാസമാണ് നമ്മൾ ഈ ചെയ്യുന്നത്. അവർക്കൊരു ആശ്വാസം കൂടിയാണ്. നമ്മളത് കട്ട് ചെയ്യണം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലെയറിങ് 100% പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയാണ്.
അപ്പോൾ അതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. നമ്മുടെ രീതിയാണ് നമ്മളിവിടെ കാണിക്കുന്നത്. കണ്ടില്ലേ, ഉള്ളിലൊക്കെ വേരൊക്കെ തിങ്ങിയിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ. അപ്പോൾ ഇനി ഇത് പ്ലാസ്റ്റിക് കവർ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മളിത് 3 നട്ടിട്ട് മറ്റുള്ളത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ മരത്തിനെ ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു കുഞ്ഞിന് ജന്മം നൽകിയ മാതിരിയാണ് ഇപ്പോൾ ഇതിൻ്റെ ആശ്വാസം. ഇതുവരെ വളരെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു. അതൊക്കെ കണ്ട് ഒഴിഞ്ഞു പോയപ്പോൾ നല്ലൊരു ആശ്വാസം കിട്ടിയ പോലെയുണ്ട്. നമ്മളിത് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. ശ്രദ്ധിച്ചിട്ട് വേണം റിമൂവ് ചെയ്യാൻ, ഇളക്കം വരാൻ പാടില്ല. പിന്നെ തൈകളൊക്കെ നമ്മൾ നടുമ്പോൾ ഏത് തൈ നടുകയാണെങ്കിലും ഈ സമയമാണ് ഏറ്റവും ഉത്തമം. ഈ വൈകുന്നേര സമയമാണ് ചെടിയൊക്കെ നടാൻ ഏറ്റവും ഉത്തമമായിട്ട്. ഇതാണ് നമ്മൾ കാണിച്ചത്. ഉണ്ടല്ലേ, നന്നായിട്ട് വേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ നടാം. ഇതാണ് നമ്മൾ പറയാൻ കാരണം, നമ്മൾ സീല കൊണ്ട് കവർ ചെയ്താൽ ഈ മണ്ണൊന്നും ഇളകി പോരില്ല. നമ്മൾ പ്ലാസ്റ്റിക് കവർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മണ്ണ് ഇതേപോലെ തന്നെ ഇങ്ങനെ നിൽക്കും. അതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ലെയറിങ്ങിൻ്റെ ഒരു ഗുഡൻസ്. പിന്നെ ഇതും കൂടി അതിൻ്റെ വേറൊരു പെട്ടെന്ന് ഒന്നും വാടിപ്പോകാത്ത രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നു. ഇനിയിപ്പോൾ അത് നടുന്നത് പ്രത്യേകിച്ചായിട്ട് കാണിക്കാനൊന്നുമില്ല. വേരുമൊന്നും തട്ടാൻ പാടില്ല. നമ്മൾ മണ്ണിടുമ്പോൾ ആ രീതിയിൽ സോഫ്റ്റായിട്ട് നടണം. അത് ഇതുപോലെ ഏതെങ്കിലും ഒരു ബാഗിൽ വെച്ചിട്ട് ഇത് മൂടുന്നവരെ നമ്മൾ മണ്ണിട്ട് കൊടുക്കണം. അത് മൂടുന്നവരെ നമ്മളിങ്ങനെ സോഫ്റ്റായിട്ട് മണ്ണിട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ മണ്ണിട്ട് അമർത്താനൊന്നും പാടില്ല. ചെറുതായിട്ട് അമർത്തി കൊടുക്കുക. ആട്ടം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിലൊന്ന് അമർത്തി കൊടുക്കുക. വേര് വന്നിട്ടുണ്ട്. നമ്മൾ കൂടുതൽ ഇളക്കാൻ പാടില്ല. അപ്പോൾ താഴെയുള്ള 3 കൂടി നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 6 കവറിലേക്ക് ഉള്ള തൈകളിപ്പോൾ നമ്മൾ വെട്ടിയെടുത്തു. അപ്പോൾ നമ്മൾ 6 പേരക്കത്തെയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കിലോ പേരയാണ്. ഇനി ഇതിന് വേണ്ടത് നനയാണ്. എന്നും ഇതേപോലെ നനച്ചു കൊടുക്കുക. അങ്ങനെ നനച്ചു കൊടുത്തിട്ട് അപ്പോൾ ഇതിൻ്റെ ഇതേപോലുള്ള തൈകളൊക്കെ കുറേ പേര് ചോദിച്ച് ഇരിക്കൽ തുടങ്ങിയിട്ട് നാളുകളായി. അപ്പോൾ അതിനൊക്കെ ഒരു വിരാമം കുറിക്കാൻ ഒരു മാസം കൂടി കഴിയും. അപ്പോൾ ഇനി ഇതിങ്ങനെ 2 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ നനച്ചു കൊടുക്കുക. ഇപ്പോൾ ഗ്രീൻ ഹൗസ് ആയതുകൊണ്ടാണ് മഴ പെയ്യുകയാണെങ്കിൽ നനക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെയൊക്കെ പൊടിപ്പുകൾ വരും ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞാൽ. ഇതിൻ്റെ വേരൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞാൽ ഇവിടെ പൊടിപ്പുകളൊക്കെ വന്ന് കാണും. അപ്പോൾ നമ്മൾ ഈ കവർ റിമൂവ് ചെയ്യുക. കവർ റിമൂവ് ചെയ്തിട്ട് നമ്മൾ നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് മാറ്റിയിട്ട് കുറച്ച് ചാണകപ്പൊടി അതിൻ്റെ വളങ്ങളൊക്കെ ചേർത്ത് അതിനെ വളരാൻ അനുവദിക്കുക. അതിൻ്റെ ശേഷമാണ് നമ്മളിത് വിൽപ്പന. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ ബൈ. നന്ദി, നമസ്കാരം.